ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശ്വനാഥൻ അച്ഛന് ഒറ്റ നോട്ടത്തിൽ തന്നെ റാണിയെ കണ്ടപ്പോൾ പൂജയല്ല എന്നുള്ളത് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ വിശ്വനാഥൻ അച്ഛൻ അത് അർജുനോട് പറയാണ്, നിങ്ങളുടെ കൂടെ താമസിക്കുന്നത് ഇപ്പോൾ പൂജയല്ല, എനിക്കത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. പക്ഷേ അർജുൻ, നിനക്കത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? നിനക്ക് എപ്പോഴാണ് അത് മനസ്സിലായത് എന്നൊക്കെ അർജുനോട് ചോദിക്കാൻ കേട്ടോ. എന്നോട് കുറേ കാര്യങ്ങളൊക്കെ വസന്തൻ പറഞ്ഞിട്ടുണ്ട്. വസന്തൻ പറഞ്ഞതുപോലെ പൂജയോട് അന്ന് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് പൂജ അന്ന് ഒപ്പിടാൻ വൈകിയത് എന്നുള്ള കാര്യമൊക്കെ എന്തുകൊണ്ട് അർജുൻ നീ ചിന്തിച്ചില്ല? പിന്നീട് പൂജയുടെ ഒപ്പ് അവൾ കണ്ടെത്തിയ ശേഷമായിരിക്കും പൂജയുടെ ഒപ്പ് പോലത്തെ ഒപ്പ് ഇട്ട് കൊടുത്തത് എന്നുള്ള കാര്യവും കൂടി വിശ്വനാഥൻ അച്ഛൻ അർജുനോട് പറയണ്. അപ്പോഴൊക്കെ അർജുൻ ആകെ ചിന്തിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ വിശ്വനാഥൻ അച്ഛൻ്റെ ഓരോ ചോദ്യത്തിൻ്റെ മുന്നിൽ അർജുൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അർജുന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. വീട്ടിലുണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നിൽ ഇവള് തന്നെയാണ് എന്നുള്ളതൊക്കെ പിന്നീട് വിശ്വനാഥൻ അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ അർജുൻ അങ്ങ് മനസ്സിലാവാണ്. അങ്ങനെ അർജുൻ ചോദിക്കുന്നുണ്ട്, എവിടെയാവും അപ്പോൾ നമ്മുടെ പൂജ എവിടെയാവും എന്ന് ചോദിക്കുമ്പോൾ വിശ്വനാഥൻ അച്ഛൻ പറയുന്നുണ്ട്, ഇവളെ ആരാണോ നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത് അവരുടെ കസ്റ്റഡിയിൽ ഒരു കുഴപ്പവും കൂടാതെ തന്നെ പൂജമോൾ അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാവും. ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ലക്ഷ്യം വെച്ച് ഇവളെ വീട്ടിലേക്ക് അയച്ചത് അത് നീ കണ്ടെത്തണം. അതുപോലെ ഇവളെ ഒരിക്കലും സംശയമുണ്ടെന്ന് ഇവൾക്ക് തോന്നരുത്. കാരണം നമ്മുടെ പൂജമോൾ ഇവളിലൂടെ മാത്രമാണ് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇവളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പൂജമോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നൊക്കെ വിശ്വനാഥൻ അച്ഛൻ അർജുനോട് അങ്ങ് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ നേരെ തിരിച്ച് സ്നേഹസദനത്തിൽ നിന്നും വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ റാണി ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സംശയത്തോടു കൂടി തന്നെയാണ് റാണി ചോദിക്കുന്നത്, ഇയാൾക്ക് എന്നിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടാകുമോ? അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു യാത്ര തന്നെ ഉണ്ടായത് എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് റാണി ചോദിക്കുകയാണ്, അല്ല അജുവേട്ട, അച്ഛൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാനുണ്ടോ. ഒന്നും പ്രത്യേകിച്ച് അല്ല, എൻ്റെ ഈ വേഷത്തിനെ കുറിച്ചൊക്കെ അച്ഛൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് നിനക്ക് ഏറ്റവും കൂടുതൽ സാരിയാണ് യോജിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ ഡ്രസ്സും നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് മാത്രമാണോ? അത് തന്നെയാണ് പറഞ്ഞത്. അല്ല പിന്നെ വേറെ എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പിന്നെ പറഞ്ഞില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ റാണി മനസ്സിൽ കരുതാണ്, നിങ്ങൾക്ക് എന്നിൽ സംശയം വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. എനിക്ക് നേടാനുള്ളതൊക്കെ നേടിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും സ്ഥലം കാലിയാക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ റാണി മനസ്സിൽ കരുതാണ് കേട്ടോ. ഹെടമാര മണ്ട, നിനക്കൊന്നും എന്നെ തെരഞ്ഞാൽ പോലും നിനക്ക് കണ്ടെത്താൻ കഴിയില്ല. അവിടേക്ക് ഞാൻ പോയിട്ടുണ്ടാവും എന്നൊക്കെ റാണി സ്വയം മനസ്സിൽ കരുതാണ്. അപ്പോൾ അർജുനാണെങ്കിലോ സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിന്റെ ഒരടവും ഇനി നടക്കാൻ പോകുന്നില്ലടി. നീ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നും എനിക്ക് മനസ്സിലായി. എന്നെയും കൊണ്ട് നീ പോവാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ അർജുനും മനസ്സിലങ്ങ് ചിന്തിച്ചു കൂട്ടുകയാണ്. അങ്ങനെ റാണി പതിവ് പോലെ തന്നെ അർജുന് കുടിക്കാനുള്ള കള്ളെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലങ്ങ് ഉറക്ക ഗുളിക ചേർത്തിട്ട് അത് അർജുനെ കൊണ്ട് കുടിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതങ്ങനെ അർജുനാണെങ്കിൽ പുറത്ത് നിന്ന് റാണി ഇതെല്ലാം കാണിക്കുന്നത് ഒക്കെ തന്നെ കാണാൻ കേട്ടോ. അങ്ങനെ റാണി ഇങ്ങനെ ഉറക്ക ഗുളിക ചേർക്കുന്നതും എല്ലാം പുറത്ത് നിന്നുകൊണ്ട് തന്നെ അർജുൻ കാണുന്ന സമയത്ത് അർജുൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് നീ ഈ കള്ള് തന്നിരുന്നത് ഇത് ചേർത്തിട്ടാണല്ലേ, എന്നാ ഇന്നത്തോടു കൂടി അതും കൂടി നിർത്തിത്തരാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് അങ്ങ് കയറി ചെല്ലാൻ കേട്ടോ. എന്നിട്ട് റാണി നേരെ അങ്ങ് അർജുൻ ആ കള്ളെടുത്തോണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു മടിയും കൂടാതെ അവങ്ങ് വാങ്ങിക്കൂട്ടോ. അർജുൻ ക്ലാസ് വാങ്ങിക്കുകയാണ്. എന്നിട്ട്, അല്ല പൂജ, നിനക്ക് എന്തു പറ്റി? അഥവാ ഞാൻ ഒരു ദിവസം കള്ള് കുടിച്ചു വന്നാൽ നീ പിന്നീട് കുടിക്കരുത് എന്ന് പറയുന്ന ആൾ എനിക്കിപ്പോൾ ദിവസവും എന്നെ കള്ള് കുടിപ്പിക്കുന്നുണ്ടല്ലോ എന്നങ്ങ് ചോദിക്കുമ്പോൾ, അതെന്താ അജുവേട്ട അങ്ങനെ പറഞ്ഞത്? ഞാനല്ലല്ലോ ഇവിടെ കഴിയുമ്പോൾ കള്ള് കുപ്പി കൊണ്ടുവന്ന് വെക്കുന്നത്, അജുവേട്ടൻ തന്നെയല്ല. പക്ഷേ ഞാനത് കൊണ്ടുവന്ന് വെച്ചാലും നീ എന്നെ കുടിപ്പിക്കാൻ നല്ല ഉത്സാഹമുണ്ടല്ലോ നിനക്ക് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ റാണി ഒന്നങ്ങ് പതറിപ്പോവാണ്. എന്നിട്ട് അർജുൻ പറയണം, എന്നാൽ ഇനി ഈ ശീലം അങ്ങ് നിർത്തിയേക്കാം. ഇനി നമ്മളുടെ ഇടയിൽ സ്നേഹിക്കാൻ ഇങ്ങനെയൊരു കള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല പൂജ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ റാണിയുടെ മുഖമൊന്ന് വാടിപ്പോവാൻ കേട്ടോ. ഇനിയിപ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്തായിരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ആ കള്ളും കുപ്പിയും ഗ്ലാസും ഒക്കെ എടുത്തുകൊണ്ട് തന്നെ വാഷ് ബേസിൽ അങ്ങ് കൊണ്ടുപോയി ഒഴിക്കാനുണ്ട്. അതങ്ങ് ഒഴിച്ച് കളയാണ്. അപ്പോൾ റാണിയുടെ മുഖമാകെ അങ്ങ് വാടിപ്പോവാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇയാളിപ്പോൾ ഇങ്ങനെ ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഇയാളെ
തുറക്കും എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ. അങ്ങനെ ആ കള്ള് ഒഴിച്ച ശേഷം നേരെ റാണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇനി മുതൽ നമുക്ക് സ്നേഹിക്കാൻ ഇങ്ങനെ ഒരു കള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല, അങ്ങനെ ഉണ്ടോ പൂജ എന്ന് ചോദിക്കുക. ഇല്ല അജുവേട്ടാ എന്നങ്ങ് പതറിയും കൊണ്ട് തന്നെ അങ്ങ് പറയട്ടോ. എന്നിട്ട് ഒരു ദേഷ്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അർജുൻ റാണിയുടെ അടുത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് ചെല്ലുന്ന സമയത്ത് റാണി ഒന്ന് ബാക്കിലോട്ട് കാലെടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയിൽ കേട്ടോ. അങ്ങനെ റാണി പെട്ടെന്ന് അതേ അജുവേട്ടാ, ഞാൻ കിച്ചണിൽ വെള്ളം ഓഫ് ചെയ്തിട്ടില്ല, ഫിൽറ്റർ ഓഫ് ചെയ്തിട്ടില്ല, അതൊന്ന് ഓഫാക്കിയിട്ട് വരാം എന്നങ്ങ് പറഞ്ഞ് അവിടുന്ന് പതുക്കെ അങ്ങ് മുങ്ങാൻ നോക്കാൻ കേട്ടോ. അപ്പോൾ അർജുൻ പെട്ടെന്ന് പോകുമ്പോൾ അങ്ങ് കൈ അങ്ങ് പിടിച്ച് വലിക്കുകയാണ് റാണിയുടെ. അയ്യോ എന്താ അജുവേട്ടാ എന്ന് ഒന്നുമില്ല, എന്നാൽ നീ പോയി ഓഫാക്കിയിട്ട് വാ, വെള്ളമൊന്നും അധികം പാഴാക്കാൻ പാടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഒന്ന് ആക്കിയ മട്ടിൽ തന്നെയാണ് കേട്ടോ റാണി അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ റാണി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം റാണി അങ്ങ് ചിന്തിച്ചു കൂട്ടാണ്, ഇയാളുടെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ, ഇയാൾക്ക് എങ്ങാനും എന്നെ സംശയമായി തുടങ്ങിയോ? അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അഞ്ജനയുടെ വീട്ടിൽ നിന്നും ആ പൂജയെ അവിടുന്ന് മാറ്റണം, അല്ല എന്നുണ്ടെങ്കിൽ ആകെ പിടി മുറുകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടാണ്ട്. അങ്ങനെ പെട്ടെന്ന് അർജുൻ കഥകങ്ങ് തുറക്കാണ്. എന്താ പൂജ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല അജുവേട്ടാ, ഞാൻ താഴേക്ക് പോകാൻ വേണ്ടി നിൽക്കപ്പോൾ എൻ്റെ കാലിൽ ഒരു മുള്ളു കുത്തി. ഇവിടെ നിറയെ മുള്ളുണ്ടാവും. എന്ത് അജുവേട്ടാ? അല്ല, ഇവിടെ മുള്ളാണി ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. എന്നാൽ നീ പോയി ഓഫാക്കിയിട്ട് പെട്ടെന്ന് വായോ റൂമിലേക്ക് എന്നും പറഞ്ഞിട്ട് അർജുൻ ഒന്ന് വീണ്ടും റാണിയെ ഒന്ന് ആക്കിയ മട്ടിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റാണിക്ക് അങ്ങ് പേടിയാവുന്നുണ്ട്, ഇയാൾക്ക് എന്നെ എന്തോ സംശയമുണ്ടോ എന്നുള്ള സംശയത്തിൽ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ റാണി നേരെ അഞ്ജനയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ പുറത്ത് നിന്ന് തന്നെ കാറിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അഞ്ജനയും പൂജയും എവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കാണണം, എന്നിട്ട് ഒന്ന് നിരീക്ഷിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി തന്നെ സ്വയം കാർ ഓടിച്ചിട്ടാണ് കേട്ടോ റാണി അഞ്ജനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ അഞ്ജനയും പൂജയും ആണെങ്കിലോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഓട്ടോയിൽ കയറിയിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തിട്ട് റാണിയും നിൽക്കുന്നുണ്ടാവും കേട്ടോ. അവരെവിടേക്കെങ്കിലും പോകുന്നുണ്ടോ അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ അഞ്ജനയും പൂജയും കൂടി അമ്പലത്തിലേക്ക് ഓട്ടോയിൽ പോകുന്നത് റാണി നിരീക്ഷിച്ചുകൊണ്ടേ അവരുടെ പുറകിൽ പോവാണ് കാറിൽ. എന്നിട്ട് അവർ അമ്പലത്തിൽ കയറി തൊഴുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെ റാണി പുറത്തു നിന്ന് കാണാൻ കേട്ടോ. അങ്ങനെ പൂജയുടെയും റാണിയുടെയും ഒരേ മുഖമായതുകൊണ്ട് തന്നെ ആരെങ്കിലും തിരിച്ചറിയരുത് എന്നും കരുതിയിട്ട് റാണി മുഖത്തങ്ങ് കെട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒരു ഷാളുമായിട്ട് അങ്ങ് മാസ്ക് ഇട്ട പോലെ കെട്ടിയിട്ടുണ്ടാവും, ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റാണി ഒളിഞ്ഞു നിന്നോണ്ട് തന്നെ അഞ്ജനയും പൂജയും ഒക്കെ നിരീക്ഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവളെന്നെ തട്ടിക്കൊണ്ടുപോയി എൻ്റെ കസ്റ്റഡിയിലാക്കണം, എന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയുന്നവരെ ഇവൾ എൻ്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനയും തൊഴലുമൊക്കെ കഴിഞ്ഞ ശേഷം അഞ്ജനയും പൂജയും നേരെ വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ റാണിയാണെങ്കിൽ ഇനി മറ്റൊരു ദിവസം ഇവളെ എന്തായാലും ആ വീട്ടിൽ നിന്നും ഞാൻ കടത്തിക്കൊണ്ടു പോവും എന്നുള്ള ഉദ്ദേശത്തിലാണ് റാണി മനസ്സിൽ കരുതിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അഞ്ജനയും പൂജയും കൂടിയിട്ട് വീട്ടിലെത്തിയ ശേഷം അവിടേക്ക് അർജുനും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. അർജുൻ കമ്മീഷണറെ തേടിയിട്ടാവും വന്നിട്ടുണ്ടാവുക. കമ്മീഷണറെ കുറിച്ച് ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്മീഷണറുടെ പെങ്ങൾ വഴി കമ്മീഷണർ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അർജുൻ വരുന്നത്. അർജുന് മനസ്സിലാവാണ് കമ്മീഷണർ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ പൂജയെ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി തന്നെയാണ് കമ്മീഷണറെ ചോദിച്ചുകൊണ്ട് അഞ്ജനയുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അർജുൻ പൂജയെ അവിടെ വെച്ചാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ അർജുന് മനസ്സിലാവാണ് എൻ്റെ പൂജ സേഫായിട്ട് തന്നെ ഇവരുടെ വീട്ടിലുണ്ട് എന്നുള്ള കാര്യവും പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല എന്നുള്ള കാര്യവുമൊക്കെ അപ്പോൾ അർജുന് മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ പൂജയെ അർജുൻ കണ്ടുമുട്ടുന്നുണ്ട്. പക്ഷേ പൂജയെ തിരിച്ചറിയാത്ത മട്ടിൽ തന്നെയാണ് കേട്ടോ അർജുനും അപ്പോൾ അഞ്ജനയുടെ മുന്നിൽ വെച്ച് പെരുമാറുന്നത്. എല്ലാ സത്യവും ഒറ്റയടിക്ക് തന്നെ അഞ്ജനയോട് പറയേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് അർജുൻ അതൊന്നും അവരോട് തൽക്കാലത്തേക്ക് പറയാതിരിക്കുന്നത്. അങ്ങനെ പൂജ അഞ്ജനയുടെ വീട്ടിലുണ്ടെന്ന് അർജുൻ മനസ്സിലാക്കിയ ശേഷം കമ്മീഷണർ എവിടെയാണ് പോയത് എന്നുള്ളത് അറിയില്ല എന്ന് അഞ്ജനയോട് ചോദിച്ചറിയണം. അങ്ങനെ അഞ്ജന പറയുകയാണ്, എനിക്കറിയില്ല, ഏട്ടൻ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല, ഏട്ടൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്, ഏട്ടൻ ഇതുപോലെ പല തവണയായിട്ട് പോയിട്ടുണ്ട്, 2-3 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഏട്ടൻ തിരികെ വരാറ് എന്നുള്ള കാര്യമൊക്കെ അർജുനോട് അഞ്ജന പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അർജുന മനസ്സോടെ പൂജയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനൊന്നും ഒട്ടും തന്നെ മനസ്സ് സമ്മതിക്കാതെയാണ് കേട്ടോ അർജുൻ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്.
പിന്നീട് മറ്റൊരു ദിവസമാണ് അഞ്ജനയുടെ വീട്ടിൽ നിന്നും റാണി പൂജയെ തട്ടിക്കൊണ്ടു പോയിട്ട് റാണിയുടെ കസ്റ്റഡിയിൽ തന്നെ പൂജയെ ആക്കുന്നുണ്ട്. അങ്ങനെ പൂജയും റാണിയും നേരിൽ കാണുകയാണ് കേട്ടോ. അങ്ങനെ റാണി പൂജയോട് സംസാരിക്കുന്നുണ്ട്. നീയും ഞാനും ഒരുപോലെയാണ്, നീ താമസിക്കേണ്ട വീട്ടിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പൂജ ആകെ അന്തം വിട്ട് കേൾക്കുകയാണ് കേട്ടോ. എന്തിനാവും ഇവൾ എന്നെ തട്ടിക്കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് ഇവൾ പറയുന്നത്? കാരണം പൂജയ്ക്ക് ഒന്നും തന്നെ ഓർമ്മയില്ലാത്തത് കൊണ്ട് റാണി എന്താണ് പറയുന്നത് എന്നൊന്നും പൂജയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ റാണിയുടെ കസ്റ്റഡിയിലാണ് പൂജ ഉണ്ടാവുക. അങ്ങനെ പൂജയെ രക്ഷിക്കാൻ വരുന്നതും അർജുനും SP കിരണും കൂടി തന്നെയായിരിക്കും. റാണിയുടെ ഓരോ നിരീക്ഷണവും പിന്നീട് അർജുൻ വാച്ച് ചെയ്യുകയും അങ്ങനെ ആ റാണിയുടെ എല്ലാ കള്ളത്തരവും അർജുൻ കയ്യോടെ പിടികൂടുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നത്.